ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് നോമ്പ് കാലത്ത് ആൾക്കാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. നമുക്കറിയാം, നോമ്പ് സമയത്ത് എല്ലാവരും വെള്ളം പകൽ സമയത്ത് വെള്ളം കുടിക്കാറില്ല. അപ്പോൾ അത് കാരണം നമുക്കൊരു ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഡീഹൈഡ്രേഷൻ ഉള്ളവർ പല മരുന്നുകൾ കഴിക്കുന്നവർ, ഡയബറ്റീസിൻ്റെ മരുന്നുകൾ, പ്രഷറിൻ്റെ മരുന്നുകൾ കഴിക്കുന്നവർ മരുന്നുകളുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഡയൂററ്റിക് മരുന്നുകളുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ ആ മരുന്നുകൾ മാറ്റണം. പിന്നെ നമ്മൾ ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പം കൂടുതൽ യൂറിക് ആസിഡ് ഉള്ള ആഹാരങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ടത്. എക്സസൈസ് ചെയ്യുന്നവർ, ജിമ്മിൽ പോകുന്നവർ പലപ്പോഴും ഹൈ പ്രോട്ടീൻ ഡയറ്റ്സ് എടുക്കാറുണ്ട് അവരുടെ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി. അത് ഈ സമയത്ത് അത്ര അഡ്വൈസബിൾ അല്ല, പ്രത്യേകിച്ച് ശരീരത്തിന് ഡീഹൈഡ്രേഷൻ ഉള്ള സമയത്ത്. മൂന്നാമത്, ഇന്നത്തെ കാലത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് ഈ ഇളിമ്പിപ്പുളി കാരണം ഉള്ള ഇളിമ്പിപ്പുളിയുടെ ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അച്ചാറ് കഴിച്ചിട്ട് പല ആൾക്കാർക്കും വളരെ സീരിയസ് ആയ കിഡ്നി ട്രബിളും ഉണ്ടായതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓക്സലേറ്റ് എന്ന് പറഞ്ഞൊരു ക്രിസ്റ്റൽസ് കിഡ്നിക്കകത്ത് വന്ന് അടിഞ്ഞ് കിഡ്നിയെ പൂർണ്ണമായിട്ട് ഡാമേജ് ആക്കുന്നതുകൊണ്ട് ആണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വെള്ളം കുടിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഉച്ച വെയിലത്ത് നമ്മൾ ഇങ്ങനത്തെ ജ്യൂസുകൾ അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഈ സമയത്ത്, ഈ വെയിൽ കാലത്ത്, നോമ്പ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കിഡ്നി രോഗങ്ങൾ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ, എന്ന് വെച്ചാൽ ക്രിയാറ്റിൻ്റെ മരുന്നുകൾ കഴിക്കുന്നവർ, ഡയാബറ്റിസ് ഉണ്ട്, കിഡ്നി രോഗങ്ങളുണ്ട്, മൂത്രത്തിൽ അമിതമായി പത പോകുന്നവരാണ്, അല്ലെങ്കിൽ കാലിൽ നീരൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ താന്നു പോകാനുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടും കിഡ്നി രോഗികൾക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവരുടെ മരുന്നുകൾ, അതിൻ്റെ ഡോസേജ്, അതേപോലെ ഇൻസുലിൻ ഇഞ്ചക്ഷൻസിൻ്റെ ഡോസേജ് എല്ലാം നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. പിന്നെ നമുക്കറിയാം, കിഡ്നി രോഗങ്ങൾ വഷളാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട മെഡിസിൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഡോക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് വയ്ക്കുക, ഷുഗേഴ്സ് കൺട്രോൾ ചെയ്ത് വയ്ക്കുക, അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, കൊളസ്ട്രോളും ഹൃദ്രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, എക്സസൈസ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് നമ്മൾ ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമായിട്ട്, ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും ചെയ്യേണ്ടത്. ഇതൊന്നും നടന്നില്ല, കിഡ്നി രോഗങ്ങൾ വഷളായി, കിഡ്നി ഫെയിലിയറിലെത്തി, ഡയാലിസിസിന് വിധേയിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഡയാലിസിസ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത്, ലൈഫ് ലോങ് ഡയാലിസിസ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്. വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉള്ളവർ തീർച്ചയായിട്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ചെയ്യണം എന്നാണ് ഞാൻ എല്ലാവരോടും ആഗ്രഹിക്കുന്നത്.